എന്താണ് പോസ്റ്റ്പാർട്ടം മെന്റൽ ഡിസോർഡേഴ്സ്? പ്രസവാനന്തര ശേഷം സ്ത്രീകളിൽ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെയാണ് നമ്മൾ പോസ്റ്റ്പാർട്ടം മെന്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ഈ പോസ്റ്റ്പാർട്ടം മെന്റൽ ഡിസോർഡേഴ്സ് നമുക്ക് 3 ആയിട്ട് തരംതിരിക്കാം. അതിലൊന്ന് പോസ്റ്റ്പാർട്ടം ബ്ലൂസ് അല്ലെങ്കിൽ ബേബി ബ്ലൂസ്, സെക്കൻഡ് വൺ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, തേർഡ് വൺ പോസ്റ്റ്പാർട്ടം സൈക്കോസിസ്. എന്തുകൊണ്ടാണ് പ്രസവം കഴിഞ്ഞ സ്ത്രീകളിൽ ഇതുപോലെയുള്ള മെന്റൽ ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നത്? അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഹോർമോണൽ ചേഞ്ചസ്. പ്രഗ്നൻസിയിൽ അമ്മയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈസ്ട്രോജന്റെയും പ്രൊജസ്ട്രോണിന്റെയും അളവ് ഡെലിവറിക്ക് ശേഷം കുറയുന്നു. ഇതുമൂലം അമ്മമാർക്ക് ചെറിയ മൂഡ് സ്വിങ്സും അതുപോലെ തന്നെ ഇമോഷണൽ ഡിസ്റ്റർബൻസും കണ്ടുവരാറുണ്ട്. ഏകദേശം കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ 1-2 ആഴ്ചയ്ക്ക് ശേഷം ഇത് തനിയെ റിസോൾവ് ചെയ്ത് പോകുന്നതായിരിക്കും. അടുത്ത സ്ലീപ്പ് ഡിസ്റ്റർബൻസ്. ഇൻട്രാ യൂട്രൈൻ ലൈഫിൽ നിന്ന് കുഞ്ഞ് എക്സ്ട്രാ യൂട്രൈൻ ലൈഫിലേക്ക് വന്നു. അപ്പോൾ കുഞ്ഞിന്റെ സ്ലീപ്പ് സൈക്കിളും അതുപോലെ തന്നെ അമ്മയുടെ സ്ലീപ്പ് സൈക്കിളും തമ്മിലുള്ള ആ ഒരു കോർഡിനേഷൻ വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ കുഞ്ഞ് അമ്മ ഉറങ്ങാൻ പോകുന്ന ആ ഒരു ടൈമിലായിരിക്കും കുഞ്ഞ് ചിലപ്പോൾ ഫീഡിനെ ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡിമാൻഡ് ചെയ്ത് കുഞ്ഞിനെ ഫീഡ് ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ വേറെ പല കാര്യങ്ങൾക്കും അമ്മ പോകും. അപ്പോൾ ആ ഒരു ടൈമിൽ അമ്മയ്ക്ക് ചിലപ്പോൾ ഉറക്കം കിട്ടിയെന്ന് വരത്തില്ല. ചില മദേഴ്സിനാണെങ്കിൽ ഫീഡിങ്ങിന് ഇഷ്യൂസ് ചിലപ്പോൾ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്തും അവർക്ക് ചിലപ്പോൾ ഉറക്കം പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ കിട്ടി എന്ന് വരില്ല. പിന്നെ ഫിസിക്കൽ റിക്കവറി. ആന്റിനേറ്റൽ പീരീഡിൽ നിന്നും പോസ്റ്റ്നേറ്റൽ പീരീഡിലേക്കുള്ള ആ ഒരു ഷിഫ്റ്റ് അമ്മമാർക്ക് ഇത്തിരി ബുദ്ധിമുട്ട് ഉള്ളതായിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് അവർക്കൊരു സ്ട്രെസ്സും അതുപോലെ തന്നെ ആ ഒരു സ്ട്രെസ് അവർക്കൊരു മെന്റൽ വെൽബീയിങ്ങിനെ ചിലപ്പോൾ ബാധിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നീട് ഇമോഷണൽ അഡ്ജസ്റ്റ്മെന്റ്. കുഞ്ഞ് ജനിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മൾ കുഞ്ഞിനെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവും. പക്ഷെ ഡെലിവറിക്ക് ശേഷം ആ ഒരു ഹോർമോണൽ ചേഞ്ചസ് നടക്കുന്നുണ്ട്. കുഞ്ഞിനെ ഒന്ന് നോക്കാനോ കുഞ്ഞിനോട് സംസാരിക്കാനോ അവരുടെ അകത്തുള്ള ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനോ ചിലപ്പോൾ അവർക്ക് പറ്റിയെന്ന് വരത്തില്ല. അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ ചിലപ്പം അവർ ആദ്യമായിട്ട് അമ്മയാവുന്നവരായിരിക്കും. അതുപോലെ തന്നെ വീട്ടിൽ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും കുഞ്ഞ് ഉണ്ടാവുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ഫാമിലി മെമ്പേഴ്സിനും കുഞ്ഞ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, കുഞ്ഞ് എന്തിനാ കരയുന്നത്, കുഞ്ഞ് എന്താ ഇങ്ങനെ ചുമന്ന് വരുന്നത്, അങ്ങനെ കൂടുതൽ ടെൻഷൻ ഉണ്ടായിരിക്കും. ആ ഒരു ടെൻഷൻ അമ്മയിലേക്കും ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്തും കൂടുതലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി വരുമ്പോഴൊക്കെ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ചെയ്യാൻ പറ്റുമോ എന്നുള്ള ടെൻഷനൊക്കെ അമ്മമാർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു സമയത്ത് അവർക്കൊരു ഇമോഷണൽ ഡിസ്റ്റർബൻസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ അടുത്തത് സോഷ്യൽ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. സോഷ്യൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് വരുന്നതാണ് ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട്. ശരിക്കും ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് പ്രോപ്പർ ആയിട്ടുള്ള സപ്പോർട്ട് കിട്ടുന്നില്ല, ഫാമിലി മെമ്പേഴ്സ് പാരന്റ്സിന്റെ കയ്യിൽ നിന്ന് പ്രോപ്പർ ആയിട്ട് സപ്പോർട്ട് കിട്ടുന്നില്ല, ഇൻലോസിന്റെ കയ്യിൽ നിന്ന് പ്രോപ്പർ ആയിട്ട് സപ്പോർട്ട് കിട്ടുന്നില്ല. എന്ത് കാര്യങ്ങളും ഇവർ ചെയ്യുന്നതിന് മറ്റുള്ളവർ കുറ്റം കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ടൈമിലും ചിലപ്പം കുറ്റമായിട്ടായിരിക്കില്ല പറയുന്നത്, പക്ഷെ ഇവർക്ക് ആ ഒരു ഹോർമോണൽ ഇംബാലൻസ് ഉള്ളത് കൊണ്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് വേഗത്തിൽ ഒരു മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ വരും, വേഗത്തിൽ കരച്ചിൽ വരാനും വേഗത്തിൽ ഇമോഷണൽ ആവാനും ചാൻസ് ഉണ്ട്. പിന്നീട് കമ്പാരിസൺ. ഇപ്പൊ കുഞ്ഞിനെ കാണാനായിട്ട് ഇഷ്ടം പോലെ പേര് വരും അല്ലെ, അവർക്ക് ഓരോ കമ്പാരിസൺ പറയും. കുഞ്ഞ് കറുത്തിട്ടാണ്, കുഞ്ഞ് കളറില്ലല്ലോ, കുഞ്ഞ് വെയിറ്റ് കുറഞ്ഞിട്ടാണല്ലോ, എന്താ ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ലേ, കുഞ്ഞ് എന്താ കരയുന്നത്, പാല് കുഞ്ഞിന് കിട്ടാഞ്ഞിട്ടാണോ, മറ്റുള്ള കുഞ്ഞുങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്തും അമ്മമാർക്ക് ചെറിയ മൂഡ് സ്വിങ്സും മെന്റലി കുറച്ചൊരു ഡിപ്രഷനും ഒക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം ഈ പോസ്റ്റ്പാർട്ടം മെന്റൽ ഡിസോർഡേഴ്സ് നമുക്ക് പ്രിവെന്റ് ചെയ്യാവുന്നതാണ്. കാരണം ആദ്യം തൊട്ട് എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള ഫാമിലിയിൽ സപ്പോർട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യുക. പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ അതൊരു സൈക്കോസിസിലേക്ക് അല്ലെങ്കിൽ സിവിയർ ഫോമിലേക്ക് പോകുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ അമ്മമാര്. നമ്മുടെ അമ്മമാര് ഹാപ്പി ആയിട്ടിരുന്നാൽ മാത്രമാണ് ഒരു നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ അവർക്ക് വളർത്താനായിട്ട് സാധിക്കത്തുള്ളൂ.